യേശു യെരിഹോവിലൂടെ നടന്നു പോകുമ്പോൾ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതായി. ഈ സക്കായിയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, അവൻ വളരെ കുറുകിയവനായിരുന്നു. രണ്ട്, അവൻ ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. സാമ്പത്തികമായൊക്കെ അത്യാവശ്യം വരുമാനമുള്ള എന്നാൽ നീളം കുറഞ്ഞ ഒരു മനുഷ്യൻ. അവനൊരാഗ്രഹം യേശുവിനെ കാണണം. ഒരുപക്ഷെ യേശുവും വലിയൊരു ജനാവലിയും വരുന്നത് കണ്ടിട്ടാകണം ഇദ്ദേഹം ഓടി ഓടി മുൻപിലേക്ക് വന്ന് ഒരു അത്തിമരത്തിൽ കയറുക. യേശു ആ വഴി വരുമ്പോൾ യേശു ഈ മനുഷ്യനെ വിളിച്ചു പറയുന്നു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അങ്ങനെ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നാണ് കാണുന്നത്. യേശുവിനെ കാണണം, യേശു എങ്ങനെയുള്ളവൻ എന്ന് അറിയണം. പലർക്കും ആഗ്രഹമുണ്ട് യേശുവിനെ ഒന്ന് അറിയണം, യേശുവിനെ ഒന്ന് കാണണം. നമ്മുടെ ചുറ്റും യേശുവിനെ അറിയാത്ത ആളുകളുണ്ട്, യേശുവിനെ അറിഞ്ഞവരുണ്ട്, എന്നാൽ യേശുവിനെ കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്താണ് യേശുവിനെ നമുക്ക് കൂടുതൽ അറിയാനും അടുക്കാനും തടസ്സമായി നിൽക്കുന്നത്? പല സമയത്തും നമ്മുടെ ചുറ്റുമുള്ള പുരുഷാരം ഒരു തടസ്സമാണ്. അത് ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങളായിരിക്കും, ഉത്തരവാദിത്തങ്ങളായിരിക്കും, അവരുടെ വാക്കുകളായിരിക്കും, നമ്മുടെ ചുറ്റും കാണുന്ന ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകലാൻ അവരും കാരണമായി തീർന്നേക്കാം. ചിലരെങ്കിലും നമ്മളെ കൂടുതൽ കർത്താവിനോട് അടുപ്പിക്കുമ്പം ചില നമ്മെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയും. പുരുഷാരം, ആൾക്കൂട്ടം എപ്പോഴും ഒരു തടസ്സമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, ഒറ്റയ്ക്കാകുമ്പോഴാണ് നാം കൂടുതൽ ദൈവത്തോട് അടുക്കുന്നത്. സുഹൃത്തുക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഉള്ളപ്പം ഒരുപക്ഷെ ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്നില്ല. ജീവിതത്തിലെ ഏകാന്തതയിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമാണ് കൂടുതൽ ആളുകളും ദൈവത്തോട് അടുക്കുന്നത്. അപ്പോൾ ദൈവത്തോട് അടുക്കാനും ദൈവത്തെ കൂടുതൽ അറിയാനും ഇത് കാരണമായി തീരും. ഇപ്പോൾ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പുരുഷാരം ഒരു തടസ്സമായിരുന്നു. ഒപ്പം അവൻ കുറിയവനാകുന്നു. പല ആളുകളും ആത്മീകമായിട്ട് അവർക്ക് ഉയർച്ചയില്ല. അപ്പം നമ്മൾ പലപ്പോഴും ആത്മീകമായി വളരുന്നില്ലെങ്കിൽ നമുക്ക് കർത്താവിനെ കാണാൻ കഴിയത്തില്ല. അപ്പം നമ്മുടെ ഒരു ആഗ്രഹം യേശുവിനെ അറിയണം, യേശുവിനെ കാണണം എന്നുള്ളതാണ്. തടസ്സങ്ങളെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹത്തിന് നീളം കുറവാണ്, അങ്ങനെയുള്ള തടസ്സങ്ങളുണ്ട്. എന്നാൽ അവൻ മുന്നോട്ട് ഓടാൻ തീരുമാനിച്ചു. നിൽക്കണ്ട, നിങ്ങളവരുടെ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല, മുൻപോട്ടൊന്ന് നീങ്ങ്, സ്ഥലമൊന്നും മാറുക. കാരണം നിങ്ങളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം ചിലപ്പോൾ ഒരുപക്ഷെ കർത്താവിനെ അറിയാൻ തടസ്സമായേക്കാം. യേശുവിനെ കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് സക്കായി ഓടിയെന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ആഗ്രഹം അതായിരിക്കട്ടെ, എനിക്ക് യേശുവിനെ കാണണം. നമ്മുടെ ആഗ്രഹം യേശുവിനെ മുഖാമുഖം കാണണം, നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണണം. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിലേക്ക് നിറയുമ്പോഴാണ് നമ്മുടെ കാലുകൾക്ക് വേഗം കൂടുന്നത്, നമ്മുടെ ആത്മീക ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ യേശുവിനെ കാണാൻ അവൻ കാട്ടത്തിൽ കയറി. അവൻ യേശുവിനെ കണ്ട് യേശു പറയുന്നു, ഇറങ്ങി വാ. യേശുവിനെ കാണണമെങ്കിൽ നാമും ഇറങ്ങിച്ചെല്ലണം, യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. കാരണം യേശുവിന് ആഗ്രഹം നമ്മുടെ വീട്ടിലേക്ക് വരണമെന്ന, അതിനേക്കാൾ ഒരു നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെന്ന. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു വന്നാൽ നമ്മുടെ ജീവിതം മാറും, ചിന്താഗതികൾ മാറും, നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ആളുകൾ അറിയട്ടെ, ജീവിതത്തിനൊരു രൂപാന്തരം ആളുകൾ അറിയട്ടെ. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ യേശുവിനെ ഒന്നുകൂടെ അടുത്തറിയാനും ഒന്നുകൂടെ കാണാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.